ശ്രദ്ധിച്ചിരിക്കണേ. അതായത് ഇപ്പോഴും ഉപവാസത്തെ ഈശോ കോംപ്രമൈസ് ചെയ്യുകയാണ്. എന്താ കാര്യം? അവർക്ക് വിശന്ന് അവർ ഭക്ഷണം കഴിച്ചു. അവിടെ കയ്യില്ലായിരുന്നു. കണ്ട ഗോതമ്പ് പാടത്തൂടി പോകുമ്പോൾ അവിടുന്ന് സാപത്തിൽ നിന്ന് പോലും അവർ ഭക്ഷണം എടുത്ത് കഴിച്ചപ്പോൾ കർത്താവ് വിശപ്പിന് പ്രാധാന്യം കൊടുത്ത് ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഉപവാസം ഇല്ല. പക്ഷേ പുള്ളി അവർ ഉപവസിക്കണില്ല. പക്ഷെ ഉപവാസം ഇല്ലാതെ ഇങ്ങനെ തിന്ന് നടന്നാൽ ചില സമയത്ത് അത് ഓക്കെ ആകത്തില്ല. അതുകൊണ്ടാണ് പിശാച് ബാധനെ കൊണ്ടുവരുന്നത്. പിടിയിട്ടില്ലേ? ഈ ഗോതമ്പ് കണ്ടവൻ്റെ വീട്ടിൽ നിന്ന് വരെ ഗോതമ്പും കണ്ടു നടന്ന പാർട്ടി ഒരു മേജർ പ്രോബ്ലം വന്നാൽ ഇവർ ജപ അടിക്കേണ്ടി വരും. പക്ഷെ അവരെന്നിട്ട് ആ പിശാച് ബാധന ഇവരെ മണ്ണും കുത്തി എറിഞ്ഞിട്ട് ഓടിച്ചു കളഞ്ഞു. ഇവരോടി. പിശാച് ബാധന ഓടിയില്ല, ഇവരോടി. അവർക്ക് വലിയ ക്ഷയമായി. ഉപവാസത്തിൽ നിങ്ങൾ ഉപവാസം ഉടപ്പിയാൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ക്ഷയമുണ്ടാവും. എന്താ കാര്യം? ഒരു മേജർ പ്രോബ്ലം വരണതിൻ്റെ ഉദ്ദേശം നിങ്ങൾ ഉപവസിച്ച് ബലം പ്രാപിക്കാൻ വേണ്ടിയാണ് വരണത്. അപ്പോൾ അപ്പോസ്തലന്മാർ വന്ന് ചോദിച്ചു. അതെവിടെയാണ് ചോദിച്ചിരിക്കണേ? മത്തായി 17:19. അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. അപ്പോൾ ഈ ഉപവാസത്തിൽ സ്കൾക്കിങ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? അല്പവിശ്വാസമാണെന്ന് മനസ്സിലായില്ലേ? ഇപ്പം ഇതിങ്ങനെയാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഉപവസിക്കണില്ല, ഉഴപ്പി. അപ്പോൾ നിങ്ങൾ പറയാം, ആൾക്ക് 60 വയസ്സായി, എനിക്ക് ഉപവസിക്കേണ്ട കാര്യമില്ലെന്ന് പറയും. ഒരാൾ പറയാം, എനിക്ക് രോഗമാണ്, സഭ പറഞ്ഞിട്ടുണ്ട് രോഗികൾക്ക് ഉപവസിക്കേണ്ട കാര്യമില്ലെന്ന്. അപ്പോൾ എന്തെങ്കിലും മുട്ടായി വിത്തിയൊക്കെ എടുത്തിട്ട് മുടന്തന്യായം പറഞ്ഞിട്ട് നമ്മൾ ഉത്തരവാദിത്തം സ്കൾക്ക് ചെയ്യും. അതിൻ്റെ കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാവന്? അല്പവിശ്വാസമാണ്. ചില ഉടമ്പടി എടുക്കുന്നുണ്ട്, പക്ഷെ ഉപവസിക്കണില്ല. അതിൻ്റെ കാര്യം എന്താ? അപ്പോൾ നിങ്ങൾക്ക് മേജർ പ്രോബ്ലത്തെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല.